എല്ലാ കൂട്ടുകാർക്കും കോമ്പസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് +2 പഠിക്കുന്ന ഒരു കുട്ടി ഞങ്ങളോട് ചോദിച്ചു, അവർക്ക് പഠിക്കാനുള്ള അക്കൗണ്ടൻസി എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററിനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്ന്. ആദ്യമായിട്ടാണ് ഒരു കുട്ടി ഇങ്ങോട്ട് പറയുന്നത് ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ +2 കുട്ടികൾക്ക് പഠിക്കാനുള്ള അക്കൗണ്ടൻസി എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. ഈ ചാപ്റ്ററിൻ്റെ എല്ലാ കണ്ടൻറ്റും ഇന്ന് ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല, പകരം പാർട്ടായിട്ട് വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററാണ് അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതായത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ അക്കൗണ്ടിങ് എങ്ങനെയാണ്, അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്, ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്, ഇവയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ ഒരു 4 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തത് എന്താണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, രണ്ടാമതായിട്ട് എന്തൊക്കെ പ്രത്യേകതകളാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഉള്ളത്, മൂന്നാമതായിട്ട് എന്തിനാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ അക്കൗണ്ടിങ് ചെയ്യണം, എന്തിന് റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം, നാലാമതായിട്ട് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷനും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം എന്താണ് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മൾ +1 പഠിച്ച എല്ലാ അക്കൗണ്ടിങ്ങും ഇതിനെക്കുറിച്ചിട്ടാണ്, പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? ആദ്യം പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണ് ചെയ്യുന്നത്? സാധനങ്ങൾ വാങ്ങിക്കുന്നു, എന്നിട്ട് ഈ സാധനങ്ങളെ എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. എന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് വിൽക്കുന്നത്? ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതായത് ലാഭം ലക്ഷ്യമാക്കി സാധനങ്ങൾ വാങ്ങിച്ച് വിൽക്കുന്ന ഓർഗനൈസേഷൻസ് ആണ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, നമ്മൾ +1 പഠിച്ചതാണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, പിന്നെ കോർപ്പറേറ്റ് സൊസൈറ്റി, ഇതെല്ലാം തന്നെ ഏതിന് ഉദാഹരണമാണ്? പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഉദാഹരണങ്ങളാണ്. പക്ഷെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതിനെക്കുറിച്ചിട്ടാണ്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്താണ്. അതിന് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇത് എൻ്റെ ചുറ്റുപാടുമുള്ള വ്യക്തികൾ, കുറച്ച് യുവജനങ്ങൾ, ഞങ്ങൾ ഇത്രയും പേർ ചേർന്നിട്ട് ഒരു ക്ലബ്ബ് രൂപീകരിച്ചു. എന്താണ് ക്ലബിൻ്റെ പേര്? കോമ്പസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബ് രൂപീകരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്ലബ്ബ് രൂപീകരിച്ചത്? അതായത് ഈ ക്ലബിൻ്റെ മെമ്പേഴ്സിൻ്റെ കലാകായികപരമായിട്ടുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ പൊതുസമൂഹത്തിന് കുറച്ച് സോഷ്യൽ സർവീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലബ്ബ് ഇവിടെ രൂപീകൃതമായത്. അപ്പോൾ ഈ ക്ലബിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് എന്തല്ല? പ്രോഫിറ്റ് നേടുക എന്നതല്ല, പകരം എന്താണ്? സർവീസ് കൊടുക്കുക എന്നതാണ് ഈ ക്ലബിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ. ആർക്കാണ് സർവീസ് കൊടുക്കുന്നത്? 1, ഇവിടുത്തെ മെമ്പേഴ്സിനാണ് സർവീസ് കൊടുക്കുന്നത്. 2, പബ്ലിക്കിനാണ് സർവീസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ആർക്കാണ് സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്? ഇവിടുത്തെ മെമ്പേഴ്സിനും പബ്ലിക്കിനും സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകൃതമാവുന്ന ഓർഗനൈസേഷനെ വിളിക്കുന്ന പേരാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ലക്ഷ്യമെന്ന് പറഞ്ഞത് എന്ത് കൊടുക്കുക എന്നതാണ്? സർവീസ് കൊടുക്കുക എന്നതാണ്, പകരം എന്തല്ല? പ്രോഫിറ്റ് നേടുക എന്നതല്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇതാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. അപ്പോൾ എന്താണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് സെറ്റപ്പ് ഫോർ, അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് നിലവിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊവൈഡിങ്, എന്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്? സർവീസ്. എന്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്? സേവനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് നിലവിൽ വരുന്നത്. ആർക്കാണ് സേവനം കൊടുക്കുന്നത്? ടു ഇറ്റ്സ് മെമ്പേഴ്സ്, അവിടുത്തെ മെമ്പേഴ്സിനും. പിന്നെ ആർക്കുമാണ്? ആൻഡ് പബ്ലിക്കിനും. മെമ്പേഴ്സിനും സേവനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വരുന്ന സ്ഥാപനങ്ങളാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. ഉദാഹരണം
ക്ലബ്സ്, സ്കൂൾസ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വെൽഫെയർ സൊസൈറ്റീസ് എല്ലാം തന്നെ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് ഉദാഹരണങ്ങളാണ്. രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നാണ്. അതിലാദ്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് പറയാൻ പോകുന്നത്. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ശ്രദ്ധിക്കുക. ഈ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് രൂപീകരിക്കുന്നത് ആരാണ്? അതിൻ്റെ ഓണറാണ് അത് രൂപീകരിക്കുന്നത്. അതിൻ്റെ ഓണർ എന്തുകൊണ്ടുവരുന്നു? ഫണ്ട് കൊണ്ടുവരുന്നു. ആ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് നിലവിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ആരാണ് കൊണ്ടുവരുന്നത്? ഓണറാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ടിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റലായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓണർ കൊണ്ടുവരുന്ന ഫണ്ടിനെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ എവിടെ കാണിച്ചിട്ടുണ്ട്? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് കാണിച്ചിട്ടുണ്ട്. ഇത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കാര്യത്തിലാണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള ഏതാണ്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആരില്ല? ഓണർ എന്ന് പറയുന്ന ആളില്ല. പകരം ആരാണുള്ളത്? മെമ്പേഴ്സാണ് ഉള്ളത്. ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഓണർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഏത് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല? ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതിന് പകരം ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ ഫണ്ട് അഥവാ ജനറൽ ഫണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ത് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല? നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതിന് പകരം ഏത് അക്കൗണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കാം, ഈ ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ടിൽ എന്താണ് രേഖപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റീസിന് എന്ത് വേണം? ഫണ്ട് വേണം. അതായത് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് പല ചിലവുകളുണ്ട്. അപ്പോൾ ഈ ചിലവുകൾക്ക് എന്താണ് വരുമാനമായിട്ട് കിട്ടുന്നത്? അല്ലെങ്കിൽ ഏത് പണമെടുത്തിട്ടാണ് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ചിലവുകൾ മീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഫണ്ട് വേണം. കുറച്ച് ഫണ്ട് ആര് കൊണ്ടുവരുന്നുണ്ട്? നമ്മുടെ മെമ്പേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് ഡൊണേഷനായിട്ട് കുറച്ച് ഫണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻഡായിട്ട് കുറച്ച് ഫണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ മറ്റു ചില സോഴ്സിൽ നിന്നൊക്കെ ഫണ്ട് കിട്ടുന്നുണ്ട്. ഈ ഫണ്ടാണ് നമ്മൾ എവിടെ കാണിക്കുന്നത്? ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എന്ന അക്കൗണ്ടിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് കാണിക്കുന്നുണ്ടെങ്കിൽ അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഏതിലും വരുന്നത്? നമ്മുടെ ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ടിലും വരുന്നത്. ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് തന്നെ വേണം ഏത് വരാൻ? ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് വരാൻ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കണക്കിലോട്ട് വരുമ്പോൾ, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഫണ്ട് എവിടെയാണ് വരേണ്ടത്? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ്. ഒരിക്കലും മറക്കാതിരിക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡാണ് ഏത് വരേണ്ടത്? ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് വരേണ്ടത്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അടുത്ത പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്ന ആരാണ്? ആ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഉടമ, ഓണറാണ് മാനേജ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഓണേഴ്സ് ഇല്ല. നമ്മൾ പറഞ്ഞു ഓണർ ഇല്ല. അപ്പോൾ ആരാണ് നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നത്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നത് മാനേജിങ് കമ്മിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ മാനേജിങ് കമ്മിറ്റി അല്ലെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മെമ്പേഴ്സിൽ നിന്ന് എലക്ട് ചെയ്തു വരുന്ന മെമ്പേഴ്സാണ് മാനേജിങ് കമ്മിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. ഈ മാനേജിങ് കമ്മിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ മാനേജിങ് കമ്മിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ട്രസ്റ്റി ആയിരിക്കും ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്. ഇതും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഏത് ട്രാൻസാക്ഷൻസ് ഇല്ല? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഇല്ല. കാരണം നമ്മുടെ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വിൽക്കുന്നുണ്ട്. ക്യാഷിനുമാവാം,
കടത്തിനുമാവാം, ക്രെഡിറ്റിനുമാവാം. അപ്പോൾ ക്രെഡിറ്റ് വരുന്നത് കൊണ്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ ഏത് ട്രാൻസാക്ഷൻ വരുന്നുണ്ട്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല, വിൽക്കുന്നില്ല. സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല, വിൽക്കുന്നില്ല. അതായത് സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല? വാങ്ങിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് ട്രാൻസാക്ഷൻ വരുന്നില്ല? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് വരുന്നില്ല. അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ ഏത് ട്രാൻസാക്ഷൻസ് ഇല്ല? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇല്ല, പകരം ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ടാണ് ഉള്ളത്. ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് മാനേജ് ചെയ്യുന്നത് മാനേജിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റീസ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ട്രസ്റ്റി ആയിരിക്കും ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്. പിന്നെ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്തില്ല? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഇല്ല. പിന്നെ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഫണ്ട് എവിടെ നിന്നൊക്കെയാണ്? മെമ്പേഴ്സിൽ നിന്ന്, ഡൊണേഷനിൽ നിന്ന്, ഗവൺമെൻറ്റിൽ നിന്ന്, ഗ്രാൻഡിൽ നിന്ന്, പിന്നെ മറ്റു ചില സോഴ്സസിൽ നിന്നാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ. അതായത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻസ്, ഡൊണേഷൻസ്, ഗ്രാൻഡിനേഡ് അങ്ങനെ തുടങ്ങിയ സോഴ്സസ് ആണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട സോഴ്സസ് ഓഫ് ഇൻകം. മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത്, എന്തിനാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിന് അക്കൗണ്ടിങ് ചെയ്യണം? അപ്പോൾ നമ്മൾ ആദ്യം എന്തറിയണം? ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്തിനാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്? എന്തിനാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്? ആ ഓണറിന് ആ ബിസിനസ്സിലൂടെ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്? അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ട്. ഒന്ന്. രണ്ടാമതായിട്ട് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടും അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മുടെ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് കുറച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? ഗവൺമെൻറ്, ബാങ്ക്, സപ്ലൈസ്, ക്രെഡിറ്റേഴ്സ്, അങ്ങനെ കുറച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും തന്നെ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്? ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ബിസിനസ്സിൻ്റെ ഓണറിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട്? അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ചെയ്യണം? ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്തായാലും പ്രോഫിറ്റിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, സേവനമാണ് കൊടുക്കുന്നത്. പിന്നെ എന്ത് ആവശ്യത്തിനാണ് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അക്കൗണ്ടിങ് ചെയ്യണം? നമ്മൾ പറഞ്ഞു, ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ആക്ടിവിറ്റീസിന് എന്താവശ്യമാണ്? ഫണ്ട് ആവശ്യമാണ്. ഈ ഫണ്ട് ആരാണ് കൊടുക്കുന്നത്? അവിടുത്തെ മെമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്, ഡൊണേഷനായിട്ട് കിട്ടുന്നുണ്ട്, ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻഡായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻഡായിട്ട് പണം കിട്ടുന്നുണ്ടെങ്കിൽ ഈ പണം നമ്മൾ എന്തിനാണ് ചെലവാക്കിയതെന്ന് നമ്മൾ ഗവൺമെൻറ്റിന് കണക്ക് കൊടുക്കണം. അതുമാത്രമല്ല, ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കിട്ടിയ ഫണ്ട് ശരിയായ രീതിയിൽ തന്നെയാണോ വിനിയോഗിച്ചിട്ടുള്ളത് എന്നറിയുന്നതിനും ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് കിട്ടിയിട്ടുള്ള ഫണ്ട് ശരിയായ രീതിയിൽ തന്നെയാണോ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കിട്ടിയിട്ടുള്ള ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷൻ മേൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ വർഷാവസാനം ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് എത്ര ഇൻകം കിട്ടി, എത്ര വരുമാനം കിട്ടി, ആ വരുമാനം എങ്ങനെയൊക്കെയാണ് ചിലവായി പോയത് എന്നറിയുന്നതിന് വേണ്ടിയിട്ടും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്? അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിനും അസറ്റ്സും ലയബിലിറ്റീസും ഉണ്ട്. അപ്പോൾ അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും സ്ഥിതിഗതികൾ അറിയുന്നതിന് വേണ്ടിയിട്ടും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതായത് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാറുണ്ട്? അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അവസാനമായിട്ട് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എല്ലാ വർഷവും സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ആയിട്ടുള്ള രജിസ്ട്രാർ ഓഫ് സൊസൈറ്റിക്ക് ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഈ 4 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്തു മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ചെയ്യാനുള്ള കാരണം.
അവസാനമായിട്ട് പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് പ്രോഫിറ്റ് ഓർഗനൈസേഷനും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ത് ലക്ഷ്യമാക്കിയാണ് പ്രവർത്തിക്കുന്നത്? പ്രോഫിറ്റ് നേടണം എന്ന ലക്ഷ്യത്തോടാണ് പ്രവർത്തിക്കുന്നത്. അതായത് പ്രോഫിറ്റ് മോട്ടീവാണ് ഏത് ഓർഗനൈസേഷന്? പ്രോഫിറ്റ് ഓർഗനൈസേഷന്. പക്ഷേ നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് എന്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്? സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സർവീസ് മോട്ടീവാണ്, സർവീസ് കൊടുക്കുന്നതാണ് ലക്ഷ്യം. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഫണ്ട് കൊണ്ടുവരുന്നത് ആരാണ്? ഓണറാണ് ഫണ്ട് കൊണ്ടുവരുന്നത്. ആ ഫണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിലെ ഫണ്ട് എങ്ങനെയാണ് കിട്ടുന്നത്? സബ്സ്ക്രിപ്ഷൻസിലൂടെയും ഡൊണേഷനിലൂടെയും ഗ്രാൻഡിലൂടെയുമാണ് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് ഫണ്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ടിനെ എവിടെയാണ് കാണിക്കുന്നത്? ക്യാപിറ്റൽ ഫണ്ടിലാണ് കാണിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഈ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അവസാനം ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ സാധിക്കുന്നു. അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നാണ് അറിയുന്നത്. പക്ഷേ നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ലാഭത്തിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റും ലോസും എന്ന വാക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പകരം ഇവിടെ ഉപയോഗിക്കുന്ന വാക്കാണ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. കാരണം സർപ്ലസിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ, അതായത് ചെലവിനേക്കാൾ വരവ് കൂടി നിൽക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സർപ്ലസ്. അപ്പോൾ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വരവിനേക്കാൾ ചെലവ് കൂടി നിൽക്കുന്ന അവസ്ഥയാണ് ഡെഫിസിറ്റ്. ഏറ്റവും അവസാനത്തെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് അക്കൗണ്ടും ആര് പ്രിപ്പയർ ചെയ്യുന്നില്ല? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നില്ല. കാരണം നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഏത് മോട്ടീവല്ല? പ്രോഫിറ്റ് മോട്ടീവ് അല്ലാത്തത് കൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ആര് പ്രിപ്പയർ ചെയ്യുന്നില്ല? നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നില്ല. അതിന് പകരം ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് പുതിയ അക്കൗണ്ട്സ് ആണ് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും. അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങളാണ് നമ്മുടെ പ്രോഫിറ്റ് ഓർഗനൈസേഷനും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും തമ്മിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മീനിങ്ങും പ്രത്യേകതകളും എന്തിനാണ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായിട്ടുള്ള വ്യത്യാസങ്ങളും എല്ലാം തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, ഈ വീഡിയോയുടെ പോരായ്മകൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗത്തിലൂടെ കാണുന്നവരെല്ലാവർക്കും ബൈ.